ഗൈസ്, സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. വളരെ സിമ്പിളാണ്. നമ്മളൊക്കെ റോൾ മോഡലുകളാക്കേണ്ട, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള, നമ്മളെയൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട്, അതായത് നമുക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത്, കുറച്ചും കൂടി മുമ്പത്തെ കാര്യമാണ്. ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും കൂടി ആക്സസ് ചെയ്യാൻ സുഖമാണ്. അതായത് ഒരുപാട് റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ അവർക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ ഞാൻ പറയുന്നത് കുറച്ചും കൂടി മുന്നത്തെ ഒരു ടൈമാണ് കേട്ടോ. ആ ഒരു സമയത്ത്, അതായത് മൊബൈൽ ഫോണുകളും കാര്യങ്ങളൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത സമയത്ത്, റിസോഴ്സുകൾ കുറവായിരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കഴിവുകൾ കണ്ടെത്തിയാൽ പോലും അതെന്താ പറയുക, അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ ടീച്ചേഴ്സ് കൂടെ നിന്നിട്ടുണ്ടോ? എത്ര പേരങ്ങനെ നിന്നിട്ടുണ്ടാവും? ഒരുപാട് പേര് നിന്ന ആളുകളുണ്ടാവും കേട്ടോ. വളരെ കുറച്ച് ശതമാനം ആളുകൾ കുട്ടികളുടെ കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നവരുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ എന്താ പറയുക, നമ്മുടെയൊക്കെ ഈ ഒരു സ്കൂൾ സിസ്റ്റം, നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന സ്കൂൾ സിസ്റ്റം എത്രയെത്ര എന്താ പറയുക കലാകാരന്മാരെയും എന്താ പറയുക സ്പോർട്സിലായാലും ഒക്കെ കഴിവുകളുള്ള എത്രയെത്ര ആളുകളെയാണ്, അവരുടെ കഴിവുകളെയാണ് കൊന്നുകളഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെയൊക്കെ ഇടയിൽ 95 ജോബ് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും. ഒന്നുകിൽ കണ്ടെത്താൻ കഴിയാതെ വരികയായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക കഴിവുകളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെയൊക്കെ സ്കൂളുകൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ടീച്ചേഴ്സിൻ്റെ എന്താ പറയുക അവരുടെയൊക്കെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ പഠിക്കുമ്പോഴും അങ്ങനെയായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ ട്രോളുകളൊക്കെ കാണുമ്പോൾ തന്നെയാണ്, പ്രത്യേകിച്ച് മാത്സ് ടീച്ചർ, കണക്ക് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർ. അപ്പോൾ ടീച്ചർ എപ്പോഴും വരിക എന്താ പറയുക, ടീച്ചറെ പീരീഡ് വരും, അല്ലാണ്ട് വരുന്ന ടൈമാണ് PT പീരീഡ്. കറക്റ്റാണ്, നമ്മൾ ഈ ട്രോളുകളിൽ കാണുന്നില്ല, കറക്റ്റാണ്. PT പീരീഡാണ് ടീച്ചർ വരിക കളിക്കാൻ. അതായത് ഈ PT പീരീഡ് ആവാൻ കാത്തിക്കല്ലോ നമ്മൾ. ആഴ്ചയിലാകെ നിങ്ങൾ ആലോചിക്കണം, ആഴ്ചയിലാകെ 1-2 ദിവസം മാത്രം, അതും ഒരു പീരീഡാണ് PT പീരീഡ് പറഞ്ഞ് തരിക. അപ്പോൾ ആ ഒരു സമയത്തിന് വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയായിരിക്കും. അപ്പം ബാക്കി പീരീഡ് കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴായിരിക്കും പുറത്ത് കാത്തു നിൽക്കും. PT പീരീഡ് നോക്കിയിട്ട് ക്ലാസ്സിൻ്റെ പുറത്ത് കാത്തു നിൽക്കും. ടീച്ചർ വന്നിട്ട് കാത്തു നിൽക്കും. അങ്ങനെ കാത്തു നിന്നിട്ട് കറക്റ്റ് പീരീഡിക്ക് നമ്മളിങ്ങനെ ഇറങ്ങാലോ, ഇനി PT പീരീഡ് ആണല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ടീച്ചർ ക്ലാസ് കയറുക, ബുക്ക് എടുത്തോ, എഴുതിക്കോ, പഠിച്ചോ. ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ PT സാറ്, ഞാൻ പഠിച്ച സ്കൂളിലുണ്ടായിരുന്നു കേട്ടോ ഒരു PT സാറ്. മൂപ്പരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൊണ്ടുപോവുക ഫുട്ബോളിന്, പിന്നെ കുറച്ചും കൂടി എന്തെങ്കിലും ഒന്ന് ഇതായി കഴിഞ്ഞാൽ ക്രിക്കറ്റിനും കൊണ്ടുപോകും. വേറെ ഒന്നുമില്ല, ഫുട്ബോളിനാണ് കൊണ്ടുപോവുക. ഫുട്ബോളിൻ്റെ സെലക്ഷൻ വൻ കോമഡിയാണ്. എന്താ പറയുക, ഒരു ജില്ലയിലോ അല്ലെങ്കിൽ സബ് ജില്ലയിലൊക്കെ പോയി കളിച്ചാൽ ഒരു പ്ലെയർ ഉണ്ടാവും. അപ്പോൾ അവനെ കൊണ്ട് തിരഞ്ഞെടുപ്പിക്കും ബാക്കി 11 ആളെ. അങ്ങനെയൊക്കെയാണ് കോമഡി. PT സാറെ കോമഡി എന്താ പറയുക, അങ്ങനത്തെയൊക്കെ വൻ കോമഡി. അതായത് നമുക്കൊക്കെ ഓടാനും ചാടാനും പല 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 തരത്തിലുള്ള കഴിവുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്നും പോളിഷ് ചെയ്തെടുക്കാൻ നമ്മളെ എന്താ പറയുക, അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെയൊന്നും ടീച്ചേഴ്സ് തുനിഞ്ഞിട്ടില്ല എന്ന് തന്നെയുള്ളതാണ് സത്യം. പണ്ടൊക്കെ ക്ലാസ്സുകളിൽ എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും എന്താ പറയുക, ഈ പറയുന്ന പോലെ തന്നെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ടീച്ചർ, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ IAS IPS ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ അവിടെ നിന്നിരുന്നു. അത്രയൊരു സർക്കിളിൽ മാത്രമേ എന്താ പറയുക, ആ ഒരു സർക്കിളിലുള്ള സ്വപ്നങ്ങളെ മാത്രമേ നമ്മുടെ ടീച്ചർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കാര്യം ഇതൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് കുറച്ച് മുമ്പ് കാലഘട്ടം വരെ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിൻ്റെ മനോഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സർക്കിൾ മാത്രമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ IPS, ഈ പറയുന്ന IAS, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിനും പുറത്ത് എന്താ പറയുക, എനിക്കൊരു ചിത്രകാരനാവണം അല്ലെങ്കിൽ എനിക്കൊരു ഡാൻസർ ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കളിയാക്കലായിരുന്നു പതിവില്ലേ. അങ്ങനെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്കൊന്ന് റോൾ മോഡലുകളാക്കാൻ പോലും പറ്റാത്ത, നമ്മുടെയൊക്കെ ജീവിതം എന്താ പറയുക വേറൊരു വഴിക്ക് തിരിച്ചു വിട്ട ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും ഇങ്ങനത്തെ അഭിപ്രായം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തെ പറ്റി എത്ര ആളുകളുടെ കഴിവുകളെയാണ് ഇങ്ങനെ കൊന്നു കളഞ്ഞിട്ടുള്ളത് നമ്മുടെ ടീച്ചേഴ്സ്. പലരും പലതരത്തിൽ എന്താ പറയുക, നല്ല പാട്ടുകാരനായിട്ടും അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഡാൻസറായിട്ടും നല്ല ചിത്രകാരനായിട്ടും നല്ല ഓട്ടക്കാരനായിട്ടും അല്ലെങ്കിൽ സ്പോർട്സിൽ ഒരുപാട് കഴിവുകളുള്ള ആളുകളൊക്കെ ആയിട്ട് വളർന്നു വരേണ്ട എത്ര ആളുകളെയാണ് നമ്മുടെ ഈ ടീച്ചേഴ്സ്, നമ്മുടെ ഈ സ്കൂൾ സിസ്റ്റം കൊന്നു കളഞ്ഞിട്ടുള്ളത്, അവരുടെ കഴിവുകളെ കൊന്നു കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലായാൽ പോലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, അതായത് കുട്ടികളുടെ ആഗ്രഹങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ട്, അതായത് എന്താ പറയുക അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഓക്കെ പോട്ടെ, നിരുത്സാഹപ്പെടുത്തിയിട്ട് അവരുടെ കഴിവുകൾ എന്താ പറയുക അവരിൽ തന്നെ മൂടി
എന്താ പറയുക, ഒരു കുന്നുകളെ അറിയില്ല, അങ്ങനത്തെ ടീച്ചേഴ്സും ഇപ്പോഴും ഉണ്ട്. ഒരുപാട് എന്താ പറയുക, ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവർക്ക് പണ്ട് ഓടാനുള്ള കഴിവും, അല്ലെങ്കിൽ എന്താ പറയുക, പലതരത്തിലുള്ള പാട്ട് പാടാനും അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കാര്യം എടുത്താൽ തന്നെ എനിക്ക് ക്രിക്കറ്റ് പറഞ്ഞ പ്രാന്തായിരുന്നു. ഞാൻ മീൻസ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചെറിയ കാലഘട്ടമല്ലേ, പണ്ടത്തെ കാലഘട്ടം. ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അത്രയും ഇതുള്ള ടൈമായിരുന്നു ക്രിക്കറ്റ് കളിക്കുക. ഇപ്പോൾ ക്രിക്കറ്റിനൊക്കെ സെലക്ഷൻ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത് എന്താ പറയുക, ഈ പറയുന്ന ആരെങ്കിലും ഒരാളെ എടുത്തിട്ട് അവനെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കും. അവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ക്ലാസ്സിലുള്ളവരും അവൻ്റെ കൂട്ടുകാരെയും സെലക്ട് ചെയ്യും. ഇതൊക്കെയായിരുന്നു അന്നത്തെ അവസ്ഥ. നമ്മുടെ PT സാറും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ്. പിന്നെ നമുക്ക് കൂടുതൽ റിസോഴ്സൊന്നും അവൈലബിൾ അല്ല. കാരണം ഫോണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് കൂടുതൽ എന്താ പറയുക ആയിട്ടില്ല, ആരുടെ അടുത്തും തന്നെ ഇല്ലായിരുന്നു. അന്ന് നമ്മുടെ ചെറിയ നമ്മൾ കട്ടപ്പെട്ടി വരണ ഫോണില്ലേ, അതായിരുന്നു ആ ടൈമിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കാരണം നമ്മുടെ ഇന്നത്തെ തലമുറയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ നല്ല ഒരുപാട് കഴിവുകളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെയും കഴിവുകളെയൊക്കെ കൊല വിളിച്ച ഒരു സ്കൂൾ സിസ്റ്റമാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഒരുപാട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവുക. നമ്മുടെ കേരളത്തിൽ കൂടുതൽ ആളുകളും ഉദ്യോഗസ്ഥന്മാരാണ്. ബിസിനസ്സുകാരെക്കാളും കൂടുതൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണലി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ആളുകളുള്ളത് എംപ്ലോയീസാണ്. അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ഒരു സ്കൂൾ സിസ്റ്റത്തിൻ്റെ എന്താ പറയുക, ആ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ. കാരണം നിങ്ങളുടെ സ്കൂളുകളിലും ഉണ്ടായിരുന്നു അങ്ങനത്തെ ടീച്ചേഴ്സ്. കാരണം നമ്മുടെ കഴിവുകളെ പുറകോട്ട് വലിച്ച് എന്താ പഠിക്ക് പറഞ്ഞിട്ട് ആരൊക്കെയോ എഴുതി വെച്ച കുറേ തിയറിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അത് കുത്തിക്കയറ്റി, അത് കാണാണ്ട് പഠിച്ച് അതിരുന്നെഴുതി അതിൽ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിച്ചിട്ട് വലിയ കേമൻ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടിരിക്കാം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ആ ഒരു ടീച്ചേഴ്സ്, അങ്ങനെയുള്ള ടീച്ചേഴ്സ് നിങ്ങളുടെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക കേട്ടോ. കൂടാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.